വൈദ്യുതി നിരക്ക് വർധനയിൽ പൊതുജനത്തിന് എന്ത് പറയാനുണ്ട്? നമുക്ക് നോക്കണ്ടേ. വോയിസ് ഓഫ് ദ പീപ്പിൾ, പൊതുജനം സ്പീക്കിംഗ്. എന്താ കറണ്ട് ബില്ല് കൂട്ടിയാൽ താങ്ങാൻ പറ്റുമോ? എന്താ താങ്ങാൻ പറ്റൂല. അയ്യോ, അത് കഴിയൂല, പാവങ്ങളല്ലേ നമ്മള്. അപ്പോൾ അത് അനുവദിക്കാൻ പാടില്ല. വേണ്ട, കൂട്ടണ്ട. എല്ലാവരും സോളാറിൽ ഇനിയും വരും. അങ്ങനെയാണെങ്കിൽ സോളാറുണ്ട്, അതുകൊണ്ട് കറണ്ട് വലുതായിട്ട് ഉപയോഗിക്കുന്നു. ഒരു ചിലവില്ല. കറണ്ട് ബില്ല് കൂടേണ്ട ആവശ്യമില്ല. ജനങ്ങളെ പൊള്ളയടിക്കാൻ തന്നെ കയറുന്നല്ല. വിലക്കുഴിയിൽ എല്ലാവരും ഇരുട്ടത്തിരിക്കട്ടെ, അതേ നടക്കും. കടലിൽ വെള്ളമുണ്ടല്ലോ അല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് പമ്പ് ചെയ്യുന്നില്ലേ? വിദ്യുത് ശക്തി കൂടിയ സാധനത്തിന് കുറയ്ക്കുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല. ഉണ്ടോ? ഇങ്ങനെ ആളുകളെ കൊല്ലുന്നു. ഇനി ചൂഷണം ചെയ്യാന്നല്ല, ഇവിടുന്ന് ആൾക്കാർ നാട് വിട്ട് യൂറോപ്പിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും പോവാണ്. നമ്മളെ ഈ കേരളത്തിൽ മാത്രമേ ഇത്രയേ ഉള്ളൂ. തമിഴ്നാട്ടിലെ വേറെ ഒന്നുമില്ല. ഞാൻ അങ്ങോട്ടൊന്നും അങ്ങനെയുള്ള ഒരു ഇതുമില്ല. ഒരു നേരം എന്തെങ്കിലും കൂട്ടും അവർ, അല്ലാതെ ഇവിടെ എന്ന് പറഞ്ഞാൽ തോന്നും പോലെ തന്നെ. ഇവിടെ ഉൽപാദനം കുറവാണല്ലോ സാറേ, അതുകൊണ്ടായിരിക്കും. ഇരുട്ടടിയല്ല, വന്നടിയാണ് അടിച്ചിരിക്കുന്നത്. വീടുകളിലും പൊതുവെ കൂടുതലാണ്. അവരെ നോക്കുമ്പോൾ കറണ്ടിന് കടയ്ക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മളെപ്പെട്ട പാവപ്പെട്ട സാധാരണക്കാർക്കല്ലേ ബുദ്ധിമുട്ട് കിട്ടുന്നു. ഉള്ളവർക്ക് ഇതിനെപ്പറ്റി ഒരു ടെൻഷനും ഇല്ലല്ലോ. ഇപ്പോൾ ആര് വരച്ചാലും ഓല കൂട്ടിങ്ങോട്ട് വെക്കും. ഒരു കൂട്ടട്ടെ അടിക്കല പറഞ്ഞ് ഓർത്തില്ലല്ലോ. കൊടുക്കാതെ എല്ലാ പൈസയും ഒരുക്കുന്നു. അവർ കൂട്ടും, നമ്മൾ അടയ്ക്കും. ഇത് തന്നെ നമ്മൾ അടയ്ക്കല്ലാതെ നിർത്തിയില്ലല്ലോ. നമുക്ക് എന്തായാലും വെളിച്ചം വേണ്ടേ? സാധാരണക്കാരന് ഒരു നിലക്കും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലെത്തിലും നമ്മളെ ജനങ്ങൾ പട്ടിണിയിലാവുക. ഇതൊക്കെയാണ് കഥ. കറണ്ട് ബില്ല് ലിമിറ്റിന് കൂട്ടണം, നമുക്ക് കൂലി കൂടണം. കച്ചവടം സെയിൽസ് കുറവായിരിക്കുന്ന സമയത്തൊക്കെ ഈ വൈദ്യുതി നിരക്ക് കൂടിക്കൊണ്ടിരുന്ന നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അതല്ല, സാധനങ്ങളുടെ വില കൂടുമല്ലേ. എൻ്റെ ഇവിടെ കറണ്ട് ബില്ലിൻ്റെ വില കൂടെ കൂടിക്കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെ എങ്ങനെയെല്ലാം ദ്രോഹിക്കുക, അങ്ങനെയെല്ലാം അവർ ദ്രോഹിക്കുന്നു. നമ്മളെ പോലുള്ള ആൾക്കാർ എന്തോ ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നിത്യോപയോഗ സാധനത്തിന് വില കുറച്ചാലേ കറണ്ട് ചാർജ് അതിനുശേഷം കൂട്ടട്ടെ. എന്തോ ആയാലും നമുക്കിപ്പോൾ കറണ്ട് ചാർജ് കൂടിയാൽ വീട്ടിൽ കറണ്ട് ഇല്ലാതിരിക്കാൻ പറ്റുമോ? സർക്കാർ ഇനിയിപ്പോൾ എന്തോ ഇടപെട്ടാലും ഇല്ലെങ്കിലും ശരി തന്നെ നടക്കാനുള്ളത് നടക്കും. കോരന് കഞ്ഞി കുമ്മളി തന്നെ ഇപ്പം തന്നെ കൂടുതല. 2500 രൂപ 2000 രൂപയൊക്കെ വരുന്നത്. നമ്മൾ താങ്ങാൻ ഒക്കത്തില്ല നമ്മളെ കൊണ്ട്. കറണ്ട് ബില്ലൊക്കെ കൂടി കഴിഞ്ഞാൽ അത് ചെലവ് കൂടത്തില്ലേ? കറണ്ട് ചാർജ് കൂട്ടുന്ന സാധാരണ വീട്ടിലൊക്കെ ഉള്ളവർ അവർക്കൊക്കെ ബുദ്ധിമുട്ടാവും. എന്തൊക്കെയാണല്ലേ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ, അത് മനസ്സിലാക്കാതെയാണോ ഈ കൂട്ടൽ എന്നുള്ള ചോദ്യമാണ് നമ്മുടെ കമന്റ് ബോക്സിലും നിറയുന്നത്. എന്നാൽ ചേട്ടൻ വിട്ടോ തമിഴ്നാട്ടിലേക്ക് എന്ന് ചിലർ പറയുന്നുണ്ട്. അതുപോലെ സോളാർ എല്ലാവരും ഉപയോഗിക്കേണ്ടി വരും, അപ്പോൾ ജനങ്ങൾക്ക് ഇങ്ങോട്ട് KSEB കൊടുക്കട്ടെ തുടങ്ങി വ്യത്യസ്തമായ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ ചാർജ് വർധനയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ നമ്മളെ അറിയിക്കാം.